നമസ്കാരം. കൊല്ലം പാർലമെന്റ് മണ്ഡലം ശക്തമായ മത്സരം നടക്കുന്ന ഒരു പാർലമെന്റ് മണ്ഡലമാണ്. NK പ്രേമചന്ദ്രൻ സിറ്റിംഗ് എംപിയും മുകേഷ് കൊല്ലം MLA തമ്മിലാണ് ശക്തമായ മത്സരം നടക്കുന്നത്. മൂന്നാം തവണയാണ്, നിലവിൽ അടുപ്പിച്ച് മൂന്നാം തവണയാണ് NK പ്രേമചന്ദ്രൻ അവിടെ ജനവിധി നേടുന്നത്. അദ്ദേഹം അഞ്ചാമത്തെ തവണയാണ് പാർലമെന്റിലേക്ക് മത്സരിക്കുന്നത്. ഒരു തവണ അദ്ദേഹം രാജ്യസഭ MP ആയിരുന്നു. കേരളത്തിന്റെ മിനിസ്റ്ററായിട്ടും മന്ത്രിയായിട്ടും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുകേഷ് MLA ഒരു വട്ടം ജയിച്ചു, രണ്ടാമത്തെ തവണ തോക്കുമെന്ന് പലരും വിധി എഴുതിയിട്ടും കൊല്ലം അദ്ദേഹത്തെ തുണച്ചു. അല്ലെങ്കിൽ പാർട്ടി ജില്ല എന്ന് പറയുന്ന CPM-ന്റെ സംവിധാനങ്ങളിലൂടെ തന്നെ മുകേഷ് ശക്തമായി വിജയിച്ച് കയറി വന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. ഇപ്പോൾ രണ്ടുപേരും മത്സരിച്ച് പ്രചരണം നടത്തുകയാണ്. രണ്ടുപേരുടെ വാഹന പ്രചരണ യാത്രകള്, ജനങ്ങളെ കണ്ടിട്ടുള്ള വോട്ട് ചോദിപ്പൊക്കെ തകൃതിയായി നടക്കുന്ന ഒരു പൂര ആവേശത്തിലാണ് നിലവിൽ കൊല്ലം പാർലമെന്റ് മണ്ഡലം. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, BJPയുടെ സ്ഥാനാർത്ഥി ഇവിടെ? BJPയുടെ സ്ഥാനാർത്ഥിയെ കൊല്ലത്ത് കാണാനില്ല. CPM പുതിയൊരു ആരോപണമായി വന്നു. നമുക്കറിയാം, NK പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രി വിളിച്ചപ്പോൾ പോയതും അദ്ദേഹത്തിന്റെ കൂടെ പോയിരുന്ന ഭക്ഷണം കഴിച്ചതും എല്ലാം അറിയാം. അന്ന് ഭക്ഷണം കഴിച്ച BSPയുടെ ഒരു MP ഇപ്പോൾ BJP പ്രവർത്തകനായി മാറിയതും നമുക്കറിയാം. അങ്ങനെ NK പ്രേമചന്ദ്രൻ ജയിച്ചാൽ BJPയിലേക്ക് പോകുമെന്നൊരു പ്രചരണം CPM ശക്തമായി അവിടെ നടത്തുന്നുണ്ട്. അത് മുകേഷ് MLA പ്രചരണ സ്ഥലങ്ങളിൽ പ്രസംഗിക്കുന്നതും നമ്മൾ കേട്ടു. അങ്ങനെ ആ ഒരു ആരോപണമുണ്ട്. ഇനിയിപ്പോ അങ്ങനെ പോയാൽ തന്നെ ഒരു MP മാത്രമുള്ളതായതുകൊണ്ട് അയോഗ്യത, കൂറുമാറ്റ നിയമ അയോഗ്യത ഒന്നും NK പ്രേമചന്ദ്രനെ ബാധിക്കില്ല. കൊല്ലത്ത് BJPക്ക് ആദ്യമായി MP വീണ്ടും ആകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചരണം നടക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ BJP നിലവിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തതും ഈ NK പ്രേമചന്ദ്രനെ സഹായിക്കാൻ വേണ്ടിയാണെന്നുള്ള പ്രചരണം നടക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് BJP സ്ഥാനാർത്ഥി ആരാണ്? നമ്മൾ കുറെ അന്വേഷിച്ചു. BJPയിലെ പല പ്രവർത്തകരെ, നേതാക്കന്മാരെയൊക്കെ വിളിച്ചപ്പോൾ അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വരുന്ന പേര് BB ഗോപകുമാർ എന്ന് പറയുന്ന അവിടുത്തെ ജില്ലാ പ്രസിഡന്റിന്റെ പേരാണ്. കൊല്ലം ജില്ലാ പ്രസിഡന്റ് ഇരവ സമുദായത്തിൽ നിന്നുള്ള BB ഗോപകുമാറിന്റെ പേരാണ് കേൾക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ വട്ടം ചാത്തന്നൂരിലെ NDA BJP സ്ഥാനാർത്ഥിയായിരുന്നു. ചാത്തന്നൂർ നിയമസഭയിൽ 2ാം സ്ഥാനത്ത് വന്ന BJP രണ്ടാമത് വന്ന കുറെ മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലം അതായിരുന്നു ചാത്തന്നൂരായിരുന്നു. ചാത്തന്നൂർ ശക്തമായ മത്സരമാണ് CPI-യുമായിട്ട് കാഴ്ചവെച്ച് 2ാം സ്ഥാനത്ത് അദ്ദേഹം എത്തിയത്. അദ്ദേഹം കൊല്ലം പാർലമെന്റിലേക്ക് മത്സരിച്ച പാർട്ടി വോട്ടുകൾ കൃത്യമായി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം BJPയുടെ ഒരു വളർച്ച എടുത്താൽ 2014 നിന്ന് 2019 എത്തുമ്പോൾ പല സ്ഥലത്തും BJPക്ക് വോട്ട് കുറഞ്ഞു. ആ വോട്ടുകളൊക്കെ കോൺഗ്രസിലേക്ക് പോയി. ശബരിമല വിഷയവും രാഹുൽ ഗാന്ധി എഫക്റ്റ് ഒക്കെ കൊണ്ട് കോൺഗ്രസിലേക്ക് പോയി. എന്നാൽ കൊല്ലം ജില്ലയിൽ 2014 5% വോട്ട് മാത്രം വർധനം ഉണ്ടായിരുന്നു. 5% വോട്ട് ഉണ്ടായിരുന്നു പാർലമെന്റിൽ. അത് 2019 ആയപ്പോഴത്തേന് 9% വളർന്നു. 4% വളർച്ച കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ BJPക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. 9% വോട്ട് എന്ന് പറയുമ്പോൾ ചെറിയ വോട്ടല്ല. അതൊരാളെ ജയിപ്പിക്കാനും തോപ്പിക്കാനും BJPക്ക് സാധിക്കുന്ന വോട്ടുകൾ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ BJPക്കുണ്ട്. എന്നിട്ടും അദ്ദേഹം ഇവിടെ ഇതുവരെ ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ പറ്റിയിട്ടില്ല. നമുക്കറിയാം, ജാതി സമവാക്യങ്ങളുണ്ട് അവിടെ. ഈഴവ വോട്ടുകളും നായർ വോട്ടുകളും മുസ്ലിം വോട്ടുകളും ഒക്കെ കൃത്യമായിട്ട്, വളരെ കൃത്യമായിട്ട് പോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ കൃത്യമായിട്ട് വിജയത്തെ സ്വാധീനിക്കുന്ന വോട്ടുകൾ തന്നെയാണ് ഈ വോട്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ BJPക്ക് 9% വോട്ടുകൾ ഉണ്ടായിട്ടും BJP അവിടെ സ്ഥാനാർത്ഥിയെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തത് NK പ്രേമചന്ദ്രനെ UDF-നെ സഹായിക്കാനാണ് എന്നാണ് LDF-ന്റെ ഒരു പ്രചരണം ശക്തമായി നടക്കുന്നത്. NK പ്രേമചന്ദ്രൻ ഇതിനു മുമ്പ് കുണ്ടറയിൽ ഈ റെയിൽവേ സ്റ്റേഷൻ നവീകരണവുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുമ്പോൾ പ്രധാനമന്ത്രിയെ പുകഴ്ത്തി സംസാരിച്ചതും അവിടെ വിജയിക്കാമെന്ന BJPക്കാര് പ്രധാനമന്ത്രിക്ക് ജയ് വിളിച്ചതും ഒക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ മറ്റൊരു വേദിയിൽ നിർമ്മല സീതാരാമനെ അടുത്ത മുഖ്യമന്ത്രിയായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞത്, നിർമ്മല സീതാരാമൻ പ്രധാനമന്ത്രി ആകണമെങ്കിൽ BJP അധികാരത്തിൽ വരണം, അതുകൊണ്ട് BJP അധികാരത്തിൽ വരണം എന്നാണ് NK പ്രേമചന്ദ്രൻ പറഞ്ഞു രീതിയിലുള്ള ഭാഷ്യങ്ങൾ. ഇതിപ്പോഴല്ല തുടങ്ങിയത്. LDF വിട്ട് UDF-ലേക്ക് NK പ്രേമചന്ദ്രൻ പോയി സ്ഥാനാർത്ഥിയാവുന്ന സമയത്ത് പിണറായി വിജയൻ വന്ന് പരനാമ പ്രയോഗം നടത്തി. ആ സമയം NK പ്രേമചന്ദ്രൻ ജയിക്കുന്നു. രണ്ടാമത് വന്നു. ആദ്യം ജയിച്ച സമയത്താണ്
കൊല്ലം ബൈപ്പാസിന്റെ ഉദ്ഘാടനം നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ കൊണ്ട് ചെയ്യിക്കണമെന്ന് വിചാരിച്ചത് ഇദ്ദേഹം ഇടപെട്ട് പ്രധാനമന്ത്രിയെ കൊണ്ടുവരുന്നത് മുതൽ CPM-ന് ഇദ്ദേഹത്തോട് കടുത്ത ശത്രുത തന്നെ ഉണ്ടാവുകയാണ്. അതിനുശേഷം തോൽപ്പിക്കാൻ കഴിഞ്ഞ വട്ടം ബാലഗോപാലിനെ നിർത്തി തോൽപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ബാലഗോപാൽ തോറ്റി വട്ടം നമ്മുടെ ധനമന്ത്രിയായിട്ട് അദ്ദേഹം അവിടെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ഇത്തവണ മുകേഷിനെ ഇറക്കി മണ്ഡലം പിടിക്കാൻ നോക്കുന്നുണ്ട്. BJP ആയിട്ടുള്ള അടുപ്പം കൃത്യമായിട്ട് അവിടെ പ്രചരണം ആയുധമാക്കുന്നുണ്ട്. BJP-യിലെ ഗോപകുമാറാണ് സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചില്ല, അല്ലെങ്കിൽ കുമ്മനം വരുമെന്ന് പറയുന്നു. ഇതുവരെ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാത്തത് NK പ്രേമചന്ദ്രനെ ജയിപ്പിക്കാൻ വേണ്ടിയാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ കൃത്യമായിട്ട് മുസ്ലിം വോട്ടുകൾ അവിടെ കൃത്യമായിട്ടുള്ള ഒരു മണ്ഡലം തന്നെയാണ് കൊല്ലം പാർലമെന്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം അവിടെ കൊല്ലം പാർലമെന്റ് വലിയ ഒരു UDF മാത്രമേ ഉള്ളൂ, PC വിശ്വനാഥ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം LDF-ന്റെ കയ്യിലിരിക്കുന്ന മണ്ഡലങ്ങളാണ്. പക്ഷെ അവിടെ കൃത്യമായിട്ട് ജാതി സമവാക്യങ്ങൾ വർക്ക് ചെയ്യും. കാരണം അവിടെ നിലവിൽ മുകേഷ് ഒരു ഈഴവ കാൻഡിഡേറ്റ് ആണ്, NK പ്രേമചന്ദ്രൻ ഒരു നായർ കാൻഡിഡേറ്റ് ആണ്, BJP-യിൽ നിന്ന് വരുന്ന ആളൊരു ഈഴവ കാൻഡിഡേറ്റ് ആണ്. അപ്പോൾ ഈഴവ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യുകയും നായർ വോട്ടുകൾ കൃത്യമായി NK പ്രേമചന്ദ്രന് ചെന്ന് NK പ്രേമചന്ദ്രൻ ജയിക്കും എന്നൊരു കാര്യമാണ് ഇപ്പോൾ നിലവിൽ CPM-കാര് അവിടെ പ്രചരണ ആയുധമാക്കുന്നത്. അതുപോലെ തന്നെ അവിടെ STPയുടെ നിലപാട് കൃത്യമായിട്ട് അവിടെ സ്വാധീനിക്കും, ഇലക്ഷനെ അവിടെ സ്വാധീനിക്കും. കാരണം കൊല്ലത്തൊക്കെ STPയുടെ ജാഥ വന്നപ്പോൾ കൊല്ലം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ജാഥ, ഏറ്റവും വലിയ ആളുകളെ അണിനിരത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, അതൊക്കെ വോട്ടായി മാറ്റിയിട്ടുണ്ടെങ്കിൽ, വോട്ടായി മാറുമെങ്കിൽ കൊല്ലത്ത് ആര് ജയിക്കണമെന്നുള്ള നിർണായക തീരുമാനം എടുക്കാൻ STPയ്ക്കും സാധിക്കുമെന്നാണ് നമ്മുടെ ഒരു പഠനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ കൊല്ലം മണ്ഡലം വളരെ രസകരവും കൗതുകവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. BJP സ്ഥാനാർത്ഥിയായിട്ട് BB ഗോപകുമാർ വരുമോ, STPക്ക് അവിടെ സ്ഥാനാർത്ഥി ഉണ്ടാവും, STPയുടെ നിലപാട് ഉണ്ടാവും, ഇതൊക്കെയായിരുന്നു ഇനി വരും മണിക്കൂറുകളിൽ നമ്മുടെ മുന്നിലുള്ള ചർച്ച. എന്തായാലും മുകേഷും NK പ്രേമചന്ദ്രനും ശക്തമായ മത്സരങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. BB ഇലക്ഷൻ ധമാക്കയുടെ അടുത്തൊരു എപ്പിസോഡുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഇതുവരെ കണ്ട് സഹായിച്ച എല്ലാവർക്കും നന്ദി. മുൻ എപ്പിസോഡുകൾ എൻ്റെ ചാനലിലുണ്ട്, അത് തീർച്ചയായും കാണുക. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ദിസ് ഇസ് ചിന്ത സൈനിങ് ഓഫ്.